तू बसा है उस तरह मुझे भरम था जो है मेरा था कभी नहीं मेरा अर्थ क्या निरर्थ क्या जो भी है सभी तेरा ഇതിലൂടെയാണ് കാശിയിലേക്ക് പോവാ. കുറച്ചുള്ളോട്ട് നല്ലോണം പോകാനുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് മുകളിലോട്ടേക്ക് കുറെ പോകണം. ഇവിടേക്ക് ഓരോ മന്ദിരുണ്ട് കേട്ടോ. ഫോൺ അലൗഡ് അല്ല എന്ന് പറഞ്ഞേ. അപ്പം നമുക്ക് ഫോൺ എന്തായാലും എടുത്ത് പോകാൻ വ്ളോഗ് ചെയ്യാനൊന്നും പറ്റില്ല. നല്ല ക്രൗഡാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. We don't know what will happen. प्रसाद में सब बांटना है, सिंदूर नहीं बांटना है. सिंदूर है जो जोड़ा पूजा होता है, ठीक है? കാരണം ഇവിടെ കൊടുക്കുന്ന പ്രസാദം ये लाई अंदर दान होगा, ये लाई दान करेंगे पंडित चावल देगा चावल. നല്ല ലൈനാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇതാണ് നമ്മുടെ കാശി വിശ്വനാഥ് മന്ദിർ. അപ്പൊ നമ്മള് ഇവിടുന്ന് ലൈൻ നിൽക്കാൻ പോവാണ്. ഇനി അങ്ങോട്ട് അറിയില്ല, കുറച്ച് അത്രയും മുന്നിലെത്തണം, എന്നാലാണ് നമുക്ക് ദർശനം കിട്ടുള്ളൂ. തിരക്കുണ്ടാവുന്ന അറിയായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രസാദിൽ എടുത്തത് കേട്ടോ. ഇതൊക്കെ അവിടെ എടുത്തിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരും. ഒറിജിനൽ. നമുക്കിത് കഴിഞ്ഞിട്ട് കാശിനെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ ഇതാണ് ശരിക്കും കാശി മന്ദിർ. കാണാത്തവർക്കൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത്രയും ക്യൂ കഴിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു, പ്രസാദം കിട്ടി. ഇനി പോയിട്ട് വല്ലതും കഴിക്കാം. ഐ ഡോണ്ട് നോ പുറത്ത് എന്താ കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ചാട്ട്. അപ്പം അങ്ങനെ വല്ലതും കിട്ടുമെന്നുള്ള നോക്കാം, പുറത്ത് പോയിട്ട് നോക്കാം. മന്ദിറിൻ്റെ കറക്റ്റ് വ്യൂ ഇവിടെ നമുക്ക് കിട്ടും. ആ ഗോൾഡൻ കളറിൽ കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ള ശിവലിംഗം ഉള്ളത്. ഇത് നമ്മളവിടെ ചെയ്ത പ്രസാദത്തിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം അത് നമുക്ക് തന്നെ കഴിക്കാൻ പറ്റും, തിരിച്ചു തരും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് തരാം. അപ്പോൾ ഫോണ് പുറത്ത് നമ്മൾ ലോക്കറിൽ വെച്ചത് കൊണ്ട് എൻ്റെ ഫോൺ ഇവിടെ പുറത്ത് ലോക്കറിലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം എന്താ ലൈനിൽ നിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്തായാലും ഫോൺ കൊടുക്കണം. ഇതാണ് എക്സിറ്റ്. നമ്മൾ ഗേറ്റ് 1 കൂടെ ഇരുന്ന് കടന്നത്, അതായത് നേരത്തെ അവിടെയാണ് ലൈൻ നിന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ എക്സിറ്റ്. ഇത് വേറെ അതിന് പുറത്ത് തന്നെയുള്ള വേറെ മന്ദിരം. ഇവിടെ ഒരു നന്ദി ഉണ്ടോ, ഈ നന്ദീൻ്റെ ചെവിയിൽ നമുക്ക് എന്തെങ്കിലും കണ്ടോ അതിലൊക്കെ ചെയ്യുന്നത്. അതുപോലെ വിഷു പറഞ്ഞാൽ നടക്കുന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ കയറിയെടുത്ത് രണ്ടാമതും തിരിച്ചെത്തി. നെറ്റീമിലില്ലാത്ത കുറിയില്ല. ഇത് ഓരോ മന്ദിരിലും നമ്മൾ പോകുമ്പോൾ ഓരോ മന്ദിരിൽ നമ്മൾ പോകുമ്പോൾ അവിടുന്ന് അവരവർ എന്ത് ചെയ്യും, ഓരോരോ ചന്ദനം പുരി തൊട്ട് തരും. ഓക്കെ, തിലക് തൊട്ട് തരും. അങ്ങനെയാണ് നെറ്റി നിറച്ച് ഭസ്മം, ചന്ദനം. ആസ് ഇഫ് ഞാനിവിടെ എന്തോ സന്യാസത്തിന് വന്ന പോലെ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ പോകേണ്ട ഒരു അമ്പലമാണ് കാൽഭൈരവ്. അപ്പം അത് എവിടെയാണെന്നുള്ള അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ എവിടെയോ ആണ്, അങ്ങോട്ടുള്ളോട്ട് പോയി നോക്കാം. ഇതൊക്കെ ബനാറസി സാരീസിൻ്റെ ഓരോരോ ഷോപ്പുകളാട്ടോ. ഇതാണ് ഇവിടുത്തെ ഫേമസ് മലയു. പാലോണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ബനാറസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മലയു എന്തായാലും ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ബെസ്റ്റ്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് എന്തായാലും കുടിച്ച് നോക്കാം. ഹൗസ് ഇറ്റ്സ്. ഇത് പാലെന്തോ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. അതാ ഫോം ജേഴ്സ് ലഗ് രहा है ऊपर. ബദാമും
കേസരൊക്കെ മുകളിലിട്ടിട്ട്. ബൈ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഗലിന്റെ അവസ്ഥ. കായൽ ഭൈരവിന്റെ കുറച്ചേരം ക്യൂ നിന്ന് പിന്നെ വലിയ ലെങ്തി ക്യൂ ആയതുകൊണ്ട് നമ്മൾ അതിൽ പോയില്ല. കാരണം അതിൽ പോയി വരുമ്പോഴത്തേക്ക് എന്തായാലും ഈവനിങ് ആവും. അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റില്ല, അത്ര ടൈമില്ലല്ലോ. പിന്നെ ആ ക്യൂ അങ്ങ് വരെ ഉണ്ട്. കാൽ ഭൈരവിൻ്റെ അടുത്തുനിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വയ്ക്കില്ലല്ലേ, കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം കുറച്ചല്ല നല്ലോണം മുന്നോട്ട് വന്നാൽ രാംഭണ്ടാർ കാണാം. രാംഭണ്ടാറിലാണ് നമുക്ക് കച്ചോരി കിട്ടാം, അടിപൊളി കച്ചോരി കിട്ടും. രാംഭണ്ടാർ തിരക്കുണ്ടോ? ഇത്ര നേരം ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്ന സാധനം എനിക്ക് കിട്ടി, രസ്മലായി. തിരിച്ച് നമ്മൾ കേദാർഘാട്ടിലോട്ട് പോവാണ്. എന്തിലാ പോകുന്നത് അറിയാം? സൈക്കിൾ റിക്ഷ. പ്രോപ്പർ ട്രാവലിൻ്റെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ വാരണാസിയിൽ കറങ്ങുന്ന നടക്കുന്ന കാര്യമല്ല, പോസിബിൾ അല്ല. കാരണം ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇഷ്ടംപോലെ നടക്കേണ്ടി വരും. ഗലിയിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂല, അത് സത്യം. കാല് വേദനിക്കും, പക്ഷെ ബോറടിക്കൂല. ബട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ റിക്ഷാവാലായാലും അല്ലെങ്കിൽ പുറത്തുള്ള ഓട്ടോക്കാരായാലും എല്ലാവരും ഭയങ്കര പൈസ ആയിരിക്കും പറയാം. കുറേ ആൾക്കാരോട് ചോദിക്കണം, എന്നാലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സാധനം നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇവർ ഇഷ്ടംപോലെ പറ്റിക്കും. പിന്നെ ഊബർ ഇല്ല അവിടെ, ആപ്പൊക്കെ ഉണ്ട്, പക്ഷെ കിട്ടും, നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടില്ല. അതാണ് പ്രശ്നം. തിരിച്ച് നമ്മൾ സ്റ്റേൻ്റെ അടുത്തേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണം, എന്നിട്ട് തിരിച്ച് പോകും.